നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം KSRTC ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങി. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ ചാർജ് എടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരുമായും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ മീറ്റിംഗുകളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടുകൂടിയാണ് അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിച്ചത്. തിരുവനന്തപുരത്തെ 20 KSRTC ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ്. ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെയുള്ള ലാഭം മാത്രം. 1,10,000-ഓളം കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററായി പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ 2,903.5 ലിറ്റർ ഡീസൽ കിലോമീറ്റർ ജില്ലയിൽ മാത്രം KSRTCക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ 1 കിലോമീറ്ററിന് 4 രൂപ സ്പെയർ പാർട്സിനായി ചെലവാക്കുന്നുമുണ്ട്. അതിലൂടെ നമുക്ക് 43,993.60 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ആകെ പ്രതിദിന ലാഭം 3,29,831.3 പൈസ എന്നത് ഒരു മാസത്തേക്ക്, അതായത് 30 ദിവസം കണക്കാക്കിയാൽ 98,94,930.9 രൂപയാണ് എന്നാണ് വാസ്തവം. ഇത്തരത്തിൽ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയപ്പോഴും ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളിലെയും മലയോര അഥവാ ആദിവാസി അഥവാ തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കും ഓപ്പറേറ്റ് ചെയ്തു വരുന്ന ഒരു സർവീസ് പോലും റദ്ദാക്കിയിട്ടില്ല. ഇതേ രീതിയിൽ മറ്റെല്ലാ ജില്ലകളിലും റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കും. ഇതൊരു ചെറിയ തുകയോ കണക്കോ ആണോ എന്നുള്ളത് ജീവനക്കാരും പൊതുജനങ്ങളും തിരിച്ചറിയണം. വ്യക്തവും വിവേകപരവുമായ പരിഷ്കാരങ്ങൾ KSRTCയിൽ നടപ്പിലാക്കണം. ഇത്തരം പണച്ചോർച്ചകൾ ഒഴിവാക്കിയാൽ തന്നെ വലിയ നേട്ടമുണ്ടാകുന്നു എന്നത് ഇപ്പോൾ തന്നെ KSRTCയിൽ നിന്ന് വ്യക്തമാണ്. KSRTCക്ക് അപ്പോൾ ഇനി നല്ല കാലമാണ്, ഗണേഷ് കുമാർ വന്നാൽ ഇനി നല്ല കാലമാണ് എന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇതിലൂടെ KSRTCക്ക് പ്രതിദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള നഷ്ടം കുറയ്ക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാണ്. വിവേകപരമായ പരിഷ്കരണങ്ങളിലൂടെയുള്ള വലിയ നേട്ടങ്ങളുടെ കണക്കുകൾക്ക് പിന്നാലെ അറിയിക്കുന്നതാണ് എന്നും KSRTC അറിയിക്കുകയാണ്. എന്തായാലും വലിയ നേട്ടങ്ങൾ ഇനി KSRTCയിൽ ഉണ്ടാകുമെന്ന് ഉള്ള വാസ്തവമായിട്ടുള്ള റിപ്പോർട്ടുകൾ KSRTC തന്നെ പുറത്തേക്ക് വിടുകയാണ്.